ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. മൊഹബത്ത് കാ സർബത്ത്. ഇത് നോമ്പ് തുറക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കും മൊഹബത്ത് കാ സർബത്ത് എന്ന പേരുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് വാട്ടർമെലൺ ആണ്. അപ്പോൾ ഇതൊരു സമ്മറിന് പറ്റിയൊരു കൂളായിട്ട് നല്ല ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് കാണാം. പാലെടുത്തിട്ടുണ്ട്, ഞാൻ സ്ലിം മിൽക്കാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ഹെൽത്തി വെർഷൻ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വാട്ടർമെലൺ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ റൂ ഹബ്സ, ഇതിൻ്റെ പേര് റൂ ഹബ്സ. ഓക്കെ, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി സിറപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കസ്കസ്, പിന്നെ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതിന് പകരം ഇതെടുക്കാം, എന്താണ് ചൊവ്വര എടുക്കാം. ചൊവ്വര യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഐസ് ക്യൂബ്സ് വേണം. ഞാനിത് ഒന്ന് ആയി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ മെൽറ്റായി പോകില്ല ഐസ് ക്യൂബ്സ്, അതുകൊണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാല് നല്ല തണുപ്പിച്ച പാലാട്ടോ. ഫ്രിഡ്ജിൽ മേടിച്ചിട്ട് കുറേ ദിവസമായി, 2-3 ദിവസമായി മേടിച്ചിട്ട്. ബട്ട് ഇത് സ്ലിം മിൽക്ക് ആയതുകൊണ്ട് സ്ലിമ്മാണ്. ഇതിങ്ങനെ സ്ലിം മിൽക്ക് യൂസ് ചെയ്ത് നോക്കി, നല്ലതാ. യൂഷ്വലി ഇങ്ങനത്തെ ഇത് നമ്മൾ കുറെ യൂട്യൂബേഴ്സിന്റെ കണ്ടോ ഇത്. അതായത് ഡയറ്റ് ചെയ്യുമ്പോ ഒക്കെ സ്ലിം മിൽക്ക് നല്ലതാ, പാൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. സ്ലിം മിൽക്ക് ഇട്ടാ കുറച്ച് പൈസ കൂടുതലാ. പാലിട്ടിട്ടുണ്ട്, യൂഷ്വൽ മിൽക്കിനെക്കാട്ടി പൈസ കൂടുതലാണ്. പാലിട്ട ശേഷം നമ്മൾ ഈ റൂ ഹബ്സ, ഈ ഒരു സിറപ്പ്, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി സിറപ്പ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് കുറച്ച് കിട്ടും. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇടാം കേട്ടോ. ഞാനിപ്പോ ഇതിന്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബേബി പിങ്ക് കളർ കിട്ടും കേട്ടോ. അത് ആ ഒരു കളർ കിട്ടുന്നവരെ വെക്കാം. കൂടുതൽ പ്രശ്നമില്ല, കുറച്ച് മുഹബത്ത് ഇത് കാണാൻ നല്ലൊരു ബേബി പിങ്ക് കളറാണ് കേട്ടോ. ഇത് ഈ സർബത്ത് നല്ലൊരു ബേബി പിങ്ക് ആയി. കുറച്ചുകൂടി ഇടാം. സ്ട്രോബെറി ഷേക്കിന്റെ കളറായിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ലാസ്റ്റ് വാട്ടർമെലൺ ഇടാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഇപ്പൊ നല്ലൊരു അടിപൊളി ബേബി പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. കാണിച്ചത് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ബോയ്സിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാണുന്നുണ്ടോ? ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കണ്ടൻസ് മിൽക്ക് ഇടാം. നമ്മള് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് എടുത്തതാണ്. അപ്പൊ നെക്സ്റ്റ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. അത് പൊട്ടിച്ചു. നല്ല മധുരം കിട്ടാൻ വേണ്ടിട്ട് അത്യാവശ്യം ഇടാം. ഓക്കെ, ഇത് മുറിച്ചിട്ട് കൈ മുറിഞ്ഞവരുണ്ട്. എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കടയിൽ കുടിച്ചിട്ടുണ്ട്. നോർത്തിലാണ് ഇത് കൂടുതൽ ഫേമസ്. ഡൽഹി, ബോംബെ, ഈ സമ്മർ ടൈമിലൊക്കെ അവര് ഇങ്ങനെ ഈ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. വലിയ വലിയ ഐസ് ക്യൂബ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് നോമ്പ് തുറക്കുമ്പോ ഈ ഡ്രിങ്ക് ഉണ്ടാക്കും അവര്. അപ്പൊ ഇത് സ്വീറ്റ് മതിയോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മീഡിയം സ്വീറ്റ് ആയി ഇഷ്ടം. ഇഷ്ടമല്ല. നെക്സ്റ്റ് കസ്കസ്.
ഇത് അത്യാവശ്യം ഇട്ടോളൂ, അത്യാവശ്യത്തിനിടാം. കുടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആട്ടോ ഗൈസ്, കുടിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. നോക്കട്ടെ, ഇതൊരു മതിയല്ലേ? മതി മതി മതി. കുറച്ച് ചിയ സീഡ്സ് ഇടാം. എനിക്കിപ്പോൾ എന്ത് ഡ്രിങ്ക് ഉണ്ടാക്കിയാലും ചിയ സീഡ്സ് ഇടാതെ കുടിക്കാൻ പോകുമല്ലോ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. കുറച്ച് ചിയ സീഡ്സ്. ചായ ഉണ്ടാക്കുന്നതും ചിയ സീഡ്സ് ഇടും ഗൈസ്. ഹെൽത്തി ഹെൽത്തി. ഓക്കെ, നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. മതിയോ? ചിയ സീഡ്സ് ഇട്ടോളൂ. മതി, ചിയ seeds. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വാട്ടർമെലൺ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇടുന്നതിന് മുമ്പ് ഇത് കഷ്ടപ്പെട്ട് കട്ട് ചെയ്തതും മേടിച്ചു കൊണ്ടുവന്നതും ഈ ഞാനാണ്. അപ്പോ ഇത് ആവശ്യത്തിന് ഇട്ടോ, കൊറേട്ടോ കുറെ ഇടാം. വാട്ടർമെലൺ ഇപ്പോൾ സമ്മറിന് നല്ലൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മാക്സിമം കുരു ഞാൻ എടുത്തു. മാക്സിമം കുരു എടുക്കാം. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മൊത്തെടുക്കാം. ഞങ്ങൾക്ക് പേഷ്യൻസ് അത്ര ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുരു എടുത്തിട്ടുണ്ട്, കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടില്ല. അപ്പൊ കുരു എടുക്കണൊക്കെ ഏറ്റവും ബെസ്റ്റ് കാര്യം. കുരു എടുക്കുന്നതാണ് നല്ലത്. നമ്മളൊരു 70% കുരു എടുത്തിട്ടുണ്ട്. വാട്ടർമെലൺ ഇട്ടോണ്ടിരിക്കും. മൊത്തട്ടോ മൊത്തമിട്ട് കുടിക്കും. വാട്ടർമെലൻ ശർബത്ത്. അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കാം. കാണാൻ തന്നെ ഒരു അട്രാക്ഷൻ ആണ് ഈ സംഭവത്ത്, ഇല്ലേ? നല്ലുണ്ട്, കാണുമ്പോ നല്ലുണ്ട്. കാണുമ്പോ നല്ലുണ്ട്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് നമ്മള് ഐസ് എടുക്കും. കുറച്ചും കൂടെ ആവശ്യത്തിന് ഐസ് ഇടാം. കേട്ടോ, ആ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുന്നത് ചൂട് ആയതുകൊണ്ട് ഐസ് കൂടുതൽ ഇടണം നല്ലത്, അതായത് തണുപ്പ് കിട്ടാൻ വേണ്ടി. ഇനി ആ ഫോൺ എടുത്തിട്ടോ നമുക്ക് ഇവിടെ കാണിക്കണം. അപ്പോൾ ഫൈനൽ ആയിട്ടുണ്ട്. ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി മുഹബത്ത് കാ സർബത്ത് സെർവ് വിത്ത് ലം. അപ്പം നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഭയങ്കര സൂമായിട്ട് എടുക്കല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ആയിട്ടുണ്ട്. ഒരു 2 ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് അക്ഷയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ ഗായ്സ് ടേസ്റ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുണ്ട്. ആ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് നല്ലൊരു സ്ട്രോബെറി കൈൻഡ് ഓഫ് ഫ്ലേവറാണ്. അടിപൊളിയാണ്. സമ്മറിന് പറ്റിയതാ, നല്ല തണുപ്പും. ഈ വാട്ടർമെലനൊക്കെ നമ്മളിങ്ങനെ സ്പൂണിലെടുത്ത് കഴിക്കാനേ പറ്റും. സോ ഗുഡ്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നെക്സ്റ്റ് റെസിപ്പി ഞങ്ങൾ എന്ത് ട്രൈ ചെയ്യണം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. ഞങ്ങളിത് കുടിച്ച് തീർക്കാം.